അഭിഷേക് നല്ല രസമുണ്ടോ? ആര്യക്ക് നല്ല രസമുണ്ടോ? അഭിഷേകിന് രസമുണ്ടോ? നല്ല രസമുണ്ട്. ആര്യ ആൻഡ് അഭിഷേക് നിങ്ങള് മറ്റേ പുതുമോടിയൊക്കെ ആയിട്ട് ഇപ്പോഴും ഇരിക്കുകയാണ്. ഹണിമൂൺ സ്റ്റേജിലാണ് ഇപ്പോഴും. അതെ, ഇവരുടെ പ്രേമത്തിന്റെ കാലയളവാണ് ഞങ്ങളുടെ പ്രായം. എങ്ങനെയുണ്ട് നിങ്ങളുടെ ജീവിതം ഒരു 3-4 മാസം കൊണ്ട്? നല്ല രസമുണ്ട് കേട്ടോ. 3-5 മാസത്തേക്ക് ഓക്കെയാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. അതായത് നമ്മള് കല്യാണം രജിസ്റ്റർ മാരേജാ ചെയ്തത്. മാരേജ് ആയിരുന്നു. അതായത് എന്റെ അച്ഛൻ, അമ്മ, അനിയൻ, ഇവന്റെ ചേട്ടൻ, അങ്ങനെ കുറച്ച് പേര് മാത്രമേ അറ്റൻഡ് ചെയ്തോളൂ. ഫാമിലി ആയിട്ടുള്ള മെമ്പേഴ്സ്. ക്ലോസ്ഡ് ഒന്നും പറയാൻ പറ്റില്ല. അവന്റെ അച്ഛനമ്മയും പോലും വന്നിട്ടില്ല. നമ്മള് പോയി രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ടു, വീട്ടിൽ പോയി, അവിടെ എല്ലാരും ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. നമുക്ക് രണ്ടുപേർക്കും നിർബന്ധം ഉണ്ടായിരുന്ന കാര്യം, മുന്നേ ഡേറ്റ് ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് ഒരു മാറ്റവും കല്യാണം കഴിഞ്ഞാലും വരാൻ പാടില്ല. അതാണ് കൃത്യമായി ഒപ്പുവെച്ച സാധനം. മാറ്റമുണ്ടോ? ഇല്ല. അതുകൊണ്ട് നല്ല രസമുണ്ട്. അതുകൊണ്ടായിരിക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞതല്ലേ. അഭിഷേക് നല്ല രസമുണ്ടോ? ആര്യക്ക് നല്ല രസമുണ്ടോ? അഭിഷേകിന് രസമുണ്ടോ? നല്ല രസമുണ്ട്. ആര്യ കയ്യിൽ പിടിച്ചേക്ക രസമുണ്ടോ? ഈ കോസ്റ്റ്യൂമിന്റെ പിന്നിൽ ആരായിരുന്നു? ആര്യയുടെ ഐഡിയ ആയിരുന്നോ അതോ? എന്റെ ഐഡിയ ആയിരുന്നു. വാഴയില പോലെ രണ്ടുപേര്. ഭയങ്കര ഒരു ഗ്രീൻ ഫ്ലാഗ് ആയതുകൊണ്ടായിരിക്കും. ഗ്രീൻ ഫോറസ്റ്റ്. അതെ, അതുകൊണ്ട് മറ്റേ സിംബലൈസ് ചെയ്യാൻ വേണ്ടിട്ടോണ്ട് വന്നതാന്ന് തോന്നുന്നു. പച്ചപ്പയും ഹരിതാപയും. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരുപോലെ ഡ്രസ് ഇട്ടിരിക്കുന്നത്. അഭിഷേക് ആദ്യമായിട്ടല്ലേ ഒരു റിയാലിറ്റി ഷോയില് വരുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ? അതെ, ആദ്യമായിട്ടാണ്. അതിന്റെ എക്സൈറ്റ്മെന്റ് ആണോ ടെൻഷൻ ആണോ? ഒന്നുമില്ല. ഇങ്ങനെ കൊണ്ടുവന്നേ ഞാൻ. വായോ, ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ട് ആണല്ലോ. ശരി അഭിഷേക്, ആര്യയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താണ്? കല്യാണം കഴിഞ്ഞിട്ടും അത് അഭിഷേക് ഒത്തിരി അഡ്മയർ ചെയ്യുന്നുണ്ട് ആ ക്വാളിറ്റി. അങ്ങനെ ഒന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? വളരെ അഡാപ്റ്റീവ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, ഐഡിയോളജീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ അട്രാക്റ്റീവ് ആണ്. അതാണ് കുറച്ചും കൂടി. എന്താ ഐഡിയോളജീസ് ആണോ അട്രാക്റ്റീവ്, അതോ ആര്യ രണ്ടുമുണ്ട്? സേഫായി പഠിച്ചു വരുന്നേ ഉള്ളൂ, ഇത്ര എക്സ്പീരിയൻസ് ആയില്ല. സെയിം ഐഡിയോളജി ഒക്കെ തന്നെയാണോ രണ്ടുപേർക്കും, അതോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞാലും മനസ്സിലാവും. അത് വലിയൊരു ക്വാളിറ്റിയാണ്. അതെ, പിന്നെ തീർച്ചയായിട്ടും നമുക്ക് 2 ഇൻഡിവിജ്വൽസ് ആയതുകൊണ്ട് 2 അഭിപ്രായങ്ങൾ ഉണ്ടാവാം. പക്ഷെ പരസ്പരം ആക്സെപ്റ്റ് ചെയ്താൽ മതി, അല്ലേ? അടിപൊളി. അപ്പൊ എന്തായാലും ഇവരല്ലേ കൂട്ടത്തിൽ ഏറ്റവും പുതുമോടി ആയിട്ടുള്ള 2 പേര്. അപ്പൊ ആദ്യത്തെ വാലന്റൈൻസ് ഡേ ആണ്. അപ്പൊ അവർക്ക് മാത്രം എക്സ്ട്രാ സെലിബ്രേഷൻ വേണം, ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ നമ്മൾ കൊടുക്കുകയാണ്. അവിടെ ഇരുത്തേണ്ട ആൾക്കാരല്ല. ഇവിടെ ഒന്ന് ഡാൻസ് അടിപൊളി. കണ്ടോ, അങ്ങനെ നാണിച്ചൊന്നും ഇരിക്കലില്ല ഞാൻ. അയ്യോ, അങ്ങനെ ഒന്നും അല്ല. അതേ തുള്ളി തുള്ളി അല്ല, അത് ഇവര് ഫ്രണ്ട്സ് ആണല്ലോ. എനിക്ക് കല്യാണ വീട്ടിലൊക്കെ പോയിട്ട് മറ്റേ എല്ലാം കഴിഞ്ഞിട്ട് 2 തവണ പറ്റില്ല. എനിക്ക് അതാ പെട്ടെന്ന് ഓർമ്മ നിങ്ങളുടെ റൊമാൻറ്റിക് ഡാൻസ്. ഞങ്ങൾക്ക് അങ്ങനത്തെ സ്റ്റെപ്പുകളൊന്നും ഇല്ല കാര്യമായിട്ട്. മീനാക്ഷി അതിന് സ്റ്റെപ്പ് കാണിച്ചു തരും. മീനാക്ഷി അത് ശരിയാണല്ലോ. അല്ല, ഭയങ്കര ആ സ്റ്റെപ്പ് ഇവര് കാണിക്കും. നിങ്ങൾ ഇവർ രണ്ടുപേരും ശരിയാണല്ലോ. ഡെയിലി മീനാക്ഷിയും കൂടെ കാണിക്കും. അത് ശരിയാ. എനിക്കല്ലെങ്കിൽ തന്നെ ചീത്തപ്പേരല്ല. അല്ല, ഇവർ രണ്ടുപേരും ഒരു 2 സ്റ്റെപ്പ് കാണിച്ചു തരും. അനാവശ്യ കാര്യങ്ങൾക്ക് വൻ സപ്പോർട്ടാണ്. കൈയടിക്ക് ഉറപ്പാരും കേട്ടില്ല.
കൊള്ളാം കൊള്ളാം അടിപൊളി. ഇവര് ഞങ്ങൾ നോക്കിയപ്പോ ഞങ്ങൾക്ക് പെട്ടെന്ന് നാണം വന്നു. ഞങ്ങള് ഭയങ്കര അതുകൊണ്ട് മുഴുവൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് ഒരു സ്റ്റേജ് മൊത്തത്തിൽ ഒറ്റയ്ക്ക് വേണം. രണ്ട് കപ്പിൾസും എന്തൊരു രസമായിട്ട് ഡാൻസ് ചെയ്ത്. രണ്ട് കപ്പിൾസ് നല്ല മാച്ചിങ് ആയിരുന്നു. ഓക്കെ, താങ്ക് ഞാൻ യു. റിയാക്ട് ചെയ്യില്ല. ഞാൻ റിയാക്ട് ചെയ്യില്ല.